ചേലക്കര ആറ്റൂരിൽ ബൈക്ക് യാത്രികന് നേരെ കാട്ടാന പാഞ്ഞടുത്തു. ബൈക്ക് യാത്രികൻ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. ഏറെക്കാലമായി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇതോടെ വാഴക്കോട് പ്ലാഴി റോഡ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ബൈക്കിൽ കടപെടുന്ന ഞാൻ ഓടുമ്പോ ബൈക്ക് ഇങ്ങനെ കടപെട്ടെന്നുള്ള സൗണ്ട് ബൈക്ക് ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഇവിടുന്ന് ഓടിയത് ഞാൻ നിന്നെ വിളിച്ചു അല്ല നമ്മുടെ ജീവിതം വന്നില്ലേ കൂടുതൽ വിവരങ്ങളുമായി ലിഷോ, ഈ കാട്ടാനിയുടെ മുന്നിൽ പെട്ടുപോകാന്ന് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ശ്വാസം തന്നെ നിലച്ചു പോകും. അപ്പോഴാണ് ഓടി രക്ഷപ്പെടുന്നത്. പക്ഷേ തലനാരിഴയ്ക്ക് നടന്ന രക്ഷപ്പെടൽ മാത്രമാണത്. നാട്ടുകാരുടെ പ്രതിഷേധം അത് കഴിഞ്ഞു. ഈ ജനവാസ മേഖലയിലാണല്ലോ ഈ കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. ആന നിലവിൽ എവിടെയാണ്? ഈ കാട്ടാനയെ തുരത്താനുള്ള നടപടി വനംവകുപ്പ് തുടങ്ങിയിട്ടുണ്ടോ ലിഷോ? അതായത് ഈ സംഭവം നടന്നിരിക്കുന്നത് ഒരുപാട് ആളുകൾ താമസിക്കുന്നിടത്താണ്. അതായത് ഒരു വനപ്രദേശത്തോ ഒന്നുമല്ല, വനപ്രദേശത്തിനോട് അടുത്തുള്ള ചേലക്കര ആറ്റൂരിൽ ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട റോഡാണ്, സംസ്ഥാന ഹൈവേ ആണ്. ഇതിലൂടെ പോകുമ്പോഴാണ് കാട്ടാന ബൈക്ക് യാത്രികന് നേരെ എത്തുന്നതും യാത്രികൻ ആ ബൈക്ക് അവിടെ ഉപേക്ഷിച്ച് ഇറങ്ങി ഓടുന്നതും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ആനയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ആളുകൾക്ക് നേരെ വലിയ തോതിൽ ആന പാഞ്ഞെടുക്കുകയും കാട്ടാന ആക്രമണത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ഓടി രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട്. അതിനിടയിൽ ഈ വനം വകുപ്പിന്റെ ശ്രമങ്ങൾ അതൊന്നും തന്നെ ഫലം കാണുന്നില്ല. വനം വകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നുള്ളൊരു ആക്ഷേപം നാട്ടുകാർക്കുമുണ്ട്. ഇന്നിപ്പോൾ വൈകുന്നേരമാണ് ഈ സംഭവം നടന്നത്. അതോടുകൂടി തന്നെ ആ നാട്ടുകാർ കൂടുതൽ പ്രതിഷേധത്തിലാവുകയും ഈ ആനയെ ഈ പ്രദേശത്ത് നിന്ന് തന്നെ തുരത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റോഡ് ഉപരോധിക്കുകയുമാണ് ചെയ്തത്. പിന്നീട് ഇവരെ റോഡ് ഉപരോധിച്ചവരെ മാറ്റാനായി പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ പോലീസും നാട്ടുകാരും തമ്മിൽ ഒന്നും തള്ളും ഒക്കെയായി. അങ്ങനെ സ്ഥലത്തൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. DFO സ്ഥലത്തെത്താതെ തിരിഞ്ഞു പോകില്ല എന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ. അതായത് ഈ പ്രദേശത്ത് നേരത്തെ ഒന്നും തന്നെ വലിയ തോതിൽ വന്യമൃഗശല്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കാട്ടാനകളുടെ സാന്നിധ്യം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു ആന ഇറങ്ങുന്നു, ആന നാട്ടുകാരെ ഇടയ്ക്കിടയ്ക്ക് ആക്രമിക്കാൻ ഇറങ്ങുന്നു. അതൊക്കെ തന്നെ വലിയ പരിഭ്രാന്തിയാണ് നാട്ടുകാർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനൊരു പരിഹാരം കാണണമെന്നാണ് ആവശ്യം. ഓക്കെ ലിഷോ, എന്തായാലും നാട്ടുകാരുടെ ആ ഉപരോധം, പ്രതിഷേധം അതിപ്പോഴും തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വനം വകുപ്പിനോട് പലതവണ പരാതിപ്പെട്ടതാണ്. ഇപ്പോൾ കാട്ടാന സ്ഥിരമായി എത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് കാട്ടാനയെ തുരത്താനുള്ള നടപടി എടുത്തേ തീരൂ എന്നാണ് ഇപ്പോൾ ആ നാട്ടുകാരൊക്കെ ഒന്നാകെ ആവശ്യപ്പെടുന്നത്. ലിഷോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.